പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒത്തിരി കേൾക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ അനുദിന പ്രസംഗങ്ങളിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സ്നേഹം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇനി പറയേണ്ടതില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടെങ്കിലും ചെറിയൊരു സന്ദേശം മാത്രം പറഞ്ഞ് നിർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുക. കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മുടെ നാട് മുഴുവനും, പ്രത്യേകിച്ച് ലോകം മുഴുവനും വലിയൊരു ആഘോഷത്തിൻ്റെ രാവിലായിരുന്നു. അത് ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഭയങ്കര ആഘോഷത്തിലായിരുന്നു. എല്ലാ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോലും ഭയങ്കരമായ ആഘോഷവും സെലിബ്രേഷനൊക്കെ ആയിരുന്നു. നമുക്കറിയാം, ഈ പ്രാവശ്യം ലോക ചാമ്പ്യന്മാരായി മാറിയത് സ്പെയിനാണ്. പലർക്കും അതിൽ സങ്കടമുണ്ടെന്നും അറിയാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നറിയാം. പക്ഷേ അവരാണ് ലോക ചാമ്പ്യന്മാരായി മാറിയത്. അങ്ങനെ അവർ ലോക ചാമ്പ്യന്മാരായതിനു ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി വാർത്തകൾ വരാൻ തുടങ്ങി. വാർത്തകളല്ല, ഈ ഇമേജുകളും പ്രൊമോഷൻ വീഡിയോസൊക്കെ ഒത്തിരി വരുന്നുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: ഇവർ ലോകകപ്പുമായി തിരിച്ച് രാജ്യത്തേക്ക് ചെന്നപ്പോൾ അവർക്ക് നൽകുന്ന സ്വീകരണങ്ങൾ, അവർക്ക് രാജ്യം നൽകുന്ന വലിയ ബഹുമതികൾ, ഒത്തിരിയേറെ സമ്മാനങ്ങൾ, ഇങ്ങനെ പല വ്യക്തികളും പല ആളുകളും ഒക്കെ ഈ ലോകകപ്പിൽ മത്സരിച്ച അല്ലെങ്കിൽ പങ്കെടുത്ത എല്ലാവർക്കും വലിയ വിലയേറിയ സമ്മാനങ്ങൾ നൽകി അവരെ ആദരിക്കുന്ന പടങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി കണ്ടു. അതിന് കാരണം അവരവരുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിക്കൊണ്ട് ലോകത്തിന് മുൻപിൽ നിന്നവരാണ്. അവരുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് ലോകത്തിൻ്റെ മുൻപിൽ വളരെ മനോഹരമായിട്ട് കളിക്കുകയും അവരുടെ രാജ്യത്തിനെ ഉയർത്തി കാണിക്കുകയൊക്കെ ചെയ്ത വ്യക്തികളാണ് ഇവർ. അതുകൊണ്ടാണ് അവരെ രാജ്യം അത്രമാത്രം ആദരവോടുകൂടെ സമ്മാനങ്ങൾ നൽകി സഹായിച്ചത്. പരിശുദ്ധ അമ്മയെ സ്വർഗം സമ്മാനം നൽകി ആദരിക്കുന്നതാണ് നമ്മൾ സ്വർഗാരോഹണ തിരുനാളിൽ കാണുക. ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം ശരീരത്തോടും ആത്മാവോടും കൂടെ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് കയറേറ്റപ്പെട്ടതിന് ശേഷം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ രാജ്ഞിയെ കിരീടം ധരിച്ച് പരിശുദ്ധ അമ്മയെ സ്വർഗം ആദരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആദരിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. അത് ഈ ഭൂമിയിലായിരുന്ന കാലഘട്ടത്തിൽ താൻ ദൈവമേൽപ്പിച്ച ദൗത്യം, സ്വർഗമേൽപ്പിച്ച ദൗത്യം ഒരു കുറവുമില്ലാതെ ഭംഗിയാക്കി തീർത്ത് തിരിച്ചു ചെന്നതിൻ്റെ നന്ദി സൂചകമാണ്. യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തിൽ സഹകാരിണിയായി തൻ്റെ ദൗത്യം കൃത്യമായി പൂർത്തീകരിച്ച് ചെന്നതിന് സ്വർഗം നൽകുന്ന സമ്മാനമാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണം. പരിശുദ്ധ അമ്മ ഈ കിരീടമൊക്കെ ധരിച്ച് നിൽക്കണ കാണുമ്പോൾ, നമ്മുടെ ചിത്രങ്ങളിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ല സുന്ദരിയാണ്. ഈ സുന്ദരിയായ പരിശുദ്ധ അമ്മയുടെ ഈ വലിയ കിരീടധാരണത്തിനൊക്കെ പിന്നിൽ സഹനത്തിൻ്റെ ഒരു വലിയ യാത്ര നടക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ജപമാലയിൽ ധ്യാനിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യം എന്ന് പറഞ്ഞ് ധ്യാനിക്കും. എൻ്റെ അകത്ത് എന്തുകൊണ്ട് സന്തോഷമുള്ളത്? മുഴുവൻ സങ്കടകരമാണ്. തുടക്കം തൊട്ട് ദുരിതത്തിലൂടെ മാത്രം കടന്നു പോകുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ സന്തോഷത്തിൻ്റെ രഹസ്യത്തിൽ ധ്യാനിക്കുക. പക്ഷെ എന്നിട്ട് നമ്മൾ അതിന് പറയുന്ന പേര് സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യം എന്നാണ്. അതിന് കാരണമുണ്ട്. ഈ സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് പരിശുദ്ധ അമ്മ ഈ സൗഭാഗ്യങ്ങളെല്ലാം സ്വന്തമാക്കുന്നത്. ഈ സഹനങ്ങൾ രക്ഷാകരമാണെന്ന് കണ്ടെത്തി സഹനങ്ങൾ സന്തോഷത്തോടു കൂടെ സ്വീകരിച്ച് കടന്നുപോയതാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ഈശോയുടെ ഒരു ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വെബ് സീരീസ് ഇറങ്ങിയായിരുന്നു, ചോസൻ എന്ന് പറഞ്ഞ്. നിങ്ങൾ അധികം പേര്, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നല്ലതാണ്, കാണണം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ളൊരു വെബ് സീരീസാണ് ചോസൻ എന്ന് പറയുന്നത്. അതിലൊരു ഭാഗം ഇങ്ങനെയാണ്: യേശുവിൻ്റെ മരണശേഷം പേടിച്ചരണ്ട് കഴിയുന്ന ശിഷ്യന്മാർ അവരൊരു മുറിക്കുള്ളിൽ അടച്ച് കഴിയുകയാണ്. ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല. തങ്ങളുടെ എല്ലാമായിരുന്നവൻ കുരിശിൽ ഒന്നുമില്ലാത്ത വിധം കീറി മുറിക്കപ്പെട്ട് കിടക്കുകയാണ്. അവൻ അടക്കപ്പെട്ടു. ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ മേലാത്ത പേടിച്ചരണ്ട് കഴിയുകയാണ്. അങ്ങനെ അവർ മുറിക്കകത്ത് ഇങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്താണ് മുറിക്ക് പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്, ടക് ടക്. അവർക്ക് വീണ്ടും ടെൻഷനായി. യഹൂദർ ഇവരെ അന്വേഷിച്ച് വന്നതായിരിക്കുമെന്ന് ഒരു ഭയം സ്വാഭാവികമാണ്. അപ്പോൾ വീണ്ടും അവർ ഡോറ് തുറക്കാനൊന്നും മടിച്ചു, പേടിച്ചിട്ട്. അപ്പോൾ വീണ്ടും പുറത്തുനിന്നൊരു ശബ്ദം കേട്ടു, ടക് ടക്. വീണ്ടും ഇത് മുട്ടുന്നുണ്ട്, ഇതിന് തുറക്കാണ്ട് ഇനി വഴിയില്ല. അപ്പോഴേക്ക് ഉടനെ തന്നെ പുറത്തുനിന്നൊരു ശബ്ദം കൂടെ വന്നു. ഇവരാരാണെന്ന് ചോദിക്കുന്നതിന് മുൻപേ പുറത്തുനിന്നൊരു ശബ്ദം വന്നോ, ഇത് ഞാനാണ്, അമ്മയാണ്. ഇതാണ് പുറത്തുനിന്ന് വന്ന ശബ്ദം. ഉടനെ തന്നെ ശിഷ്യന്മാരിൽ ഒരാൾ ഈ കതക് വേഗം തുറക്കുന്നുണ്ട്. തുറക്കുമ്പോൾ വളരെ പ്രസന്നവതയായ പരിശുദ്ധ അമ്മ ഉള്ളിലേക്ക് കയറുകയാണ് ഈ മുറിക്കകത്തേക്ക്. അവർക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. അവരുടെ മുഖത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അവരുടെ മുഖം മുഴുവൻ ഇരുണ്ടിരിക്കുകയാണ്. പേടിച്ച് ഭയന്ന് ഇരുണ്ടിരിക്കുന്ന ശിഷ്യന്മാർ അവർ നോക്കുമ്പോൾ 2 ദിവസം മുൻപ് കാൽവരിയിൽ കണ്ട ഒരമ്മയല്ല ഞങ്ങൾ ഈ ഡോറ് തുറന്നപ്പോൾ കാണുന്നത്. പ്രസന്നവതിയായിരിക്കുന്ന, പ്രത്യാശയുള്ള, ഒരു പ്രകാശമുള്ള, വെട്ടമുള്ള മുഖമുള്ള ഒരമ്മ. ഈ അമ്മ ഉള്ളിലേക്ക് കയറിയിട്ട്
ഇവരാരും ഒന്നും ചോദിക്കുന്നില്ല, ഇവർ നിശബ്ദതയിലാണ്. പരിശുദ്ധ അമ്മ ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ പേടിക്കണേ? നിങ്ങൾ എന്തിനാ ഇതിന് മാത്രം ടെൻഷൻ അടിക്കണേ? അവനെ ഓർത്തിട്ടാണ് നിങ്ങൾ ടെൻഷൻ അടിക്കണേ. അവൻ വരും. ഇതിനു മുൻപ് ഇവനെ ഇങ്ങനെ കാണാതെ പോയിട്ടുണ്ട്. 12 വയസ്സുള്ളപ്പോൾ ഇവനെ ഞങ്ങൾക്ക് കാണാതെ പോയിട്ടുണ്ട്. അന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ തിരിച്ചു കിട്ടിയതാ. അവന് 3 ദിവസത്തിനപ്പുറം മറഞ്ഞിരിക്കാൻ പറ്റില്ല, അവൻ തിരികെ വരും. ഇത് വലിയൊരു പ്രത്യാശയുടെ വാക്കുകളാണ്. 3 ദിവസത്തിനകം ഈ തൻ്റെ മകൻ തിരികെ വരുമെന്നുള്ള പരിശുദ്ധ അമ്മയുടെ വാക്ക് വളരെ പ്രത്യാശയും പ്രകാശം നൽകുന്നതാണ്. അതുകൊണ്ട് അവരുടെ മുഖത്ത് പതിയെ വെട്ടം കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ സിനിമയിൽ അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നവരൊക്കെ വളരെ മനോഹരമായിട്ട് അത് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്രയും പ്രതീക്ഷ നമുക്ക് ഈ കാണുന്ന ആളുകൾക്ക് നൽകുന്നുണ്ട്. കാരണം പരിശുദ്ധ അമ്മ ഈ സഹനങ്ങളിലൂടെയൊക്കെ കടന്നുപോയതാണ്. കാരണം ഇന്ന് നമ്മൾ സുവിശേഷ ഭാഗത്ത് വായിച്ചത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ മറിയം. അവിടെ പറഞ്ഞത്, യോഹന്നാൻ സുവിശേഷകൻ പറഞ്ഞു വെച്ചേക്കുന്നത് കുരിശിന്റെ ചുവട്ടിൽ തകർന്ന മറിയം എന്നല്ല, കുരിശിന്റെ ചുവട്ടിൽ കരഞ്ഞ മറിയം എന്നല്ല, കുരിശിന്റെ ചുവട്ടിൽ നിന്ന മറിയം. ഈ സഹനങ്ങളുടെ നടുവിലും ഈ പ്രതിസന്ധികളുടെ നടുവിലും നിവർന്നു നിന്ന മറിയത്തെയാണ് നമ്മൾ കാണുക. അതുകൊണ്ട് പരിശുദ്ധ മറിയം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും മാതൃക ഇത് തന്നെയാണ്. സഹനങ്ങൾ അത് മാറ്റിവെക്കപ്പെടാനുള്ളതല്ല, തൂത്തെറിയാനുള്ളതല്ല, ശപിച്ച് തള്ളിക്കളയാനുള്ളതല്ല, മറിച്ച് അത് രക്ഷാകരമാക്കാനുള്ളതാണെന്ന് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞു തരികയാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1981 ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് വെടിയേൽക്കുന്നത്. അക്ബർ അലി എന്ന ചെറുപ്പക്കാരനാണ് ഈ ജോൺ പോൾ മാർപ്പാപ്പയെ വെടിവെക്കുന്നത്. 4 ബുള്ളറ്റ് വെടിവെച്ചായിരുന്നു. അതിൽ 2 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ശരീരത്തിൽ തുളച്ചു കയറുന്നത്. 1 കയ്യിലും 2ാമത്തത് വയറിലുമാണ്. ഇത് കണ്ട് ഡോക്ടർമാർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് മാരകമായ അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടം തന്നെയാണ് സംഭവിച്ചത്. കാരണം അത്ര പ്രധാനപ്പെട്ട ഓർഗൻസ് ഒക്കെ ഉള്ള സ്ഥലത്തൂടെ തന്നെയാണ് ആദ്യത്തെ ബുള്ളറ്റ് കടന്നുപോയത്. പക്ഷെ അതിൻ്റെ പ്രത്യേകത, ഒരു ആന്തരിക അവയവത്തെയും അത് സാരമായി മുറിപ്പെടുത്തിയിട്ടില്ല, സാരമായി ബാധിച്ചിട്ടില്ല. അത് എങ്ങും തട്ടാതെ, എങ്ങും അധികം പ്രഹരമേൽപ്പിക്കാതെ ശാന്തമായി കടന്നുപോയിട്ടുണ്ട് ആ ബുള്ളറ്റ്. അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. ബോധം വന്നപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പയുടെ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞു, എനിക്കറിയാം അത് പരിശുദ്ധ അമ്മയാണ് തട്ടി മാറ്റിയതെന്ന്. കാരണം ജോൺ പോൾ മാർപ്പാപ്പ ഈ വെടിയേറ്റ് നിലത്തേക്ക് വീഴുമ്പോൾ അദ്ദേഹം ഉച്ചരിച്ച 2 വാക്കാണ്, തോത്തുസ്തു, മറിയമേ ഞാൻ പൂർണ്ണമായും നിന്റേതാണ്, മറിയമേ ഞാൻ പൂർണ്ണമായും നിന്റേതാണ്. പരിശുദ്ധ അമ്മയെ ഇത്രമാത്രം സ്നേഹിച്ച വേറൊരു മാർപ്പാപ്പ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അത്രമാത്രം പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുകയും പ്രഘോഷിക്കുകയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ, മരിയ ഭക്തി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തൊരു മാർപ്പാപ്പയാണ് ജോൺ പോൾ മാർപ്പാപ്പ. ജോൺ പോൾ മാർപ്പാപ്പ ഈ വെടിയേറ്റ് വീടുമ്പോഴും പറഞ്ഞത്, തൊത്തുസ്തു, മറിയമേ ഞാൻ പൂർണ്ണമായും നിന്റേതാണ്. അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു, മറിയം ആണ് എന്നെ സംരക്ഷിച്ചത്. അതിന് കൃത്യമായ റീസൺ ഉണ്ട് മാർപ്പാപ്പ പറയുന്നതിന്. കാരണം മാർപ്പാപ്പയ്ക്ക് വെടിയേൽക്കുന്നത് ഒരു മെയ് 13 64 വർഷങ്ങൾക്ക് മുൻപ് ഒരു മെയ് 13 ഫാത്തിമയിൽ 3 ഇടയ കുട്ടികൾക്ക് ഈ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. അതൊരു മെയ് 13 64 വർഷങ്ങൾക്ക് മുൻപ്. സമയം വളരെ കൃത്യമാണ്. നിങ്ങൾ നെറ്റിൽ വേണമെങ്കിൽ സംശയം എടുത്ത് നോക്കിക്കോ. മാതാവ് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട സമയം വൈകുന്നേരം 5:19 സമയമാണ്. 5:19. മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റ സമയം നിങ്ങൾ നോക്കിക്കോ, മെയ് 13 വൈകുന്നേരം 5:19. കൃത്യസമയമാണ്. ഇത് അറിഞ്ഞിട്ടും ഇത് മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെയാണ് ഇതിനെക്കുറിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള കൃത്യമായ അറിവുള്ളത് കൊണ്ടും ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്, പരിശുദ്ധ അമ്മയാണ് എന്നെ സംരക്ഷിച്ചതെന്ന്. വലിയ സഹനത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. നമ്മൾ കടന്നു പോകുന്നത് അത്ര നല്ല ഒരു അവസ്ഥയിലൂടെയൊന്നും ആയിരിക്കണമെന്നില്ല. ഈ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, നീ സങ്കടപ്പെടണ്ട, നീ നിരാശപ്പെടണ്ട. ഈ സഹനത്തിന് ശേഷവും ഒരു ഉയർപ്പുണ്ടെന്ന് നീ ഓർക്കണം. ഇതിന് ശേഷവും ഒരു നന്മയുണ്ട്. ഈ സഹനത്തിനും ഓരോ വേദനയ്ക്കും ഇതിനപ്പുറമുള്ള ഒരു പ്രതിഫലമുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞാൽ മതി. അപ്രകാരം പ്രത്യാശയോടുകൂടെ വെട്ടമുള്ളവരായി പരിശുദ്ധ അമ്മയെ പോലെ സുന്ദരന്മാരുമായിട്ട് ജീവിക്കാൻ, ആത്മീയ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രത്യേകം ആശംസിക്കുന്നു. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേരുന്നു. നമുക്ക് വിശുദ്ധ കുർബാനയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ സഹനങ്ങളെ പ്രത്യാശയോടുകൂടെ വെട്ടത്തോടുകൂടെ സമീപിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.